സാറ്റിൽ വിദ്യാർത്ഥികളുടെ സമരം ഹോസ്റ്റൽ സമയം രാത്രി 11 മണിയിൽ നിന്ന് 10 മണിയാക്കി കുറച്ചതിനെതിരെയാണ് പ്രതിഷേധം. ഹോസ്റ്റലിന്റെ മുന്നിലാണ് പ്രതിഷേധം. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, മുന്നറിയിപ്പില്ലാതെ ഈ സമയമാറ്റം നടപ്പിലാക്കുകയായിരുന്നു. എന്താണ് അവരുടെ ഒരു പ്രതിഷേധത്തിലേക്ക് നയിച്ച സാഹചര്യം? ഗോകുൽ, അതുതന്നെയാണ്. മുന്നറിയിപ്പില്ലാതെ ഈ ഹോസ്റ്റലിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവസാനത്തെ സമയം 11 മണി എന്നുള്ളത് 10 മണിയാക്കി കുറച്ചു എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ സമയം 11 മണിയാക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. പിന്നീട് അത് ആ പ്രതിഷേധത്തെ തുടർന്ന് 11 മണിയാക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അത് 10 മണിയിലേക്ക് വീണ്ടും ചുരുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഈ പ്രതിഷേധത്തിന് കാരണം. ഇപ്പോൾ എന്തായാലും SFIയും അതുപോലെ തന്നെ KSUവും ഈ ഹോസ്റ്റലിന് മുമ്പിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. പന്തം കൊളുത്തി ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളാണ് ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഈ സമയം 11 മണി എന്നുള്ളത് 10 മണിയാക്കി കുറച്ചതാണ് ഇവരുടെ പ്രശ്നം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ KSU ഉണ്ട്, അതുപോലെ തന്നെ SFIയുടെയും വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പന്തം കൊളുത്തിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം എന്താണ്? പ്രതിഷേധം ഹോസ്റ്റലിന്റെ സമയം 11 മണിക്ക് ആയിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. അത് 10 മണിയായിട്ട് കുറച്ചു. അതിനെതിരെ പ്രതിഷേധിക്കാനാണ് ഈ സമരം നടത്തുന്നത്. അത് തന്നെയാണ് ഈ സമയം കുറച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇവരുടെ ഈ പ്രതിഷേധത്തിന്റെ കാരണം. നിങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. എന്താണ് നമ്മുടെ ഹോസ്റ്റലിന്റെ സമയം ഇതുവരെ 11 മണിയായിരുന്നു. ഇപ്പൊ ക്രിസ്മസ് ഹോളിഡേസിൽ പോകുന്നോടം വരെ 11 മണിയായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേന് യാതൊരു മുന്നറിയിപ്പും ഇല്ലാണ്ട് അത് 10 മണിയിലേക്ക് വെട്ടിക്കുറച്ചു. അതിന് കാരണം ചോദിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല. അത് നമ്മൾ തീരുമാനിച്ചു, അതുകൊണ്ട് കുറച്ചു. പിന്നെ ഔട്ട് മെസ് എന്ന് പറയുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ. പുറത്തുനിന്നുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ ഹോസ്റ്റൽ സൗകര്യം കിട്ടാത്ത കുട്ടികൾക്ക് പുറത്തുനിന്നുള്ളവർക്ക് ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സൗകര്യം, അതും ഒരു മുന്നറിയിപ്പും കൂടാതെ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കിയേക്കും. ഇതോടുകൂടി ഒരു മാസം ഒരു 2000 രൂപയ്ക്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ 5000-6000 രൂപ ചിലവാകും. അവർ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതിനെതിരെയാണ് പ്രതിഷേധം. സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗോകുൽ, അങ്ങനെ തന്നെയാണ് വിവിധ ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഈ ഹോസ്റ്റലിന്റെ സമയം വെട്ടിക്കുറച്ചതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വലിയ പ്രശ്നത്തെ അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു സൈഡിൽ KSUവിന്റെ പ്രതിഷേധമുണ്ട്, ഒരു സൈഡിൽ SFIയുടെ പ്രതിഷേധം. അങ്ങനെ രണ്ട് സ്ഥലത്തും വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തം, വലിയ തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തന്നെ. വിദ്യാർത്ഥികൾ മാത്രമല്ല, മറ്റ് വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇവിടെ ഈ പ്രതിഷേധത്തിനായി ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവരുടെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ എവിടെയെങ്കിലും ഒരിടത്താണോ, അതോ മുഴുവൻ ഹോസ്റ്റലുകൾക്ക് ബാധകമായ ഒരു സമയക്രമീകരണമാണോ, അല്ലെങ്കിൽ സമയം വെട്ടിക്കുറയ്ക്കലാണോ? കുസാറ്റിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നത്. ഹോസ്റ്റൽ സമയം 11 മണിയിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ 10 മണിയിലേക്ക് വെട്ടിക്കുറച്ചു. ഒപ്പം തന്നെ ഔട്ട് മെസ് എന്ന സൗകര്യം ഹോസ്റ്റലുകളിൽ റൂം അവൈലബിൾ അല്ലാത്ത ആളുകൾക്ക്, പുറത്ത് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരുണ്ട്, അവർക്കും പക്ഷേ ഹോസ്റ്റൽ മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതും ഇല്ലാതാക്കിയിരിക്കുന്നു. അതിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. രാഹുൽ, ഞാൻ ചോദിച്ചത്, ഇത് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ, പെൺകുട്ടികളുടെയോ ആൺകുട്ടികളുടെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലാണോ, അതോ പൊതുവായി എല്ലാ ഹോസ്റ്റലുകളിലും ഈ സമയം വെട്ടിക്കുറച്ചിരിക്കുകയാണോ, അതുപോലെ ഈ ഔട്ട് മെസ് സൗകര്യം നിർത്തലാക്കിയത്? ഗോകുൽ, യൂണിയൻ ചെയർമാൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇത് ഏതെങ്കിലും ഒരു ഹോസ്റ്റലാണ് പ്രശ്നം? ലേഡീസ് ഹോസ്റ്റൽ മാത്രമാണ്, അതെയോ ബോയ്സിന്റെ ഹോസ്റ്റലിൽ ഇങ്ങനെ തന്നെയാണ്? മൊത്തത്തിൽ എല്ലാ ഹോസ്റ്റലിലുമാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഈ സർക്കുലറെ പറ്റി നമ്മൾ അറിയുന്നത്. അതായത് 30-ാം തീയതി കൂടിയ ഒരു മീറ്റിംഗിന് പുറത്താണ് എല്ലാ ഹോസ്റ്റലിലും അങ്ങനെയാണ്. ഇത് നിരന്തരമായി SFIയുടെ സമരത്തിന് ഫലമായിട്ടാണ് ഈ സമയം ഉയർത്തി വരുന്നത്. 2022 ആണ് 9 മണി എന്നുള്ള സമയം 10 മണിയാക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി സമയം ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ഹോസ്റ്റൽ സമയവും 10 എന്നുള്ളത് 11 ഇത് യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാണ്ട് അത് സാധാരണ ഒരു ഇങ്ങനത്തെ മീറ്റിംഗ് കൂടും, വിദ്യാർത്ഥികളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വരുന്ന ഒരു മീറ്റിംഗ് കൂടാൻ നേരത്ത് ഇതുപോലെ വിദ്യാർത്ഥി പ്രതിനിധികളെ വിളിക്കും. ഇത് ചെയർമാനല്ല, സിൻഡിക്കേറ്റ് മെമ്പർ പോലും അറിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥി പ്രതിനിധികൾ അറിയാതെയാണ് ഇന്നൊരു അടിയന്തരമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിനെതിരെ ശക്തമായിട്ട് തന്നെ ഇത് പോരാടും. ഈ പറഞ്ഞ 10 മണി എന്നുള്ളത് 11 മണി തന്നെ ആക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിച്ചിരുന്നു, അവരെന്താണ് പറയുന്നത്? യൂണിയൻ സംസാരിച്ചത് അവർ പറയുന്നത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ഒരു കാര്യമെന്ന് പറയണത്. അത് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം അടിയന്തരമായി യൂണിവേഴ്സിറ്റി എടുത്തതെന്നുള്ളത് നമ്മൾ ചർച്ചയിലൂടെ തന്നെ നോക്കിയിരുന്നു.
ശരി. ഗോകുൽ അങ്ങനെ തന്നെയാണ്. ഒരു കുസാറ്റിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്. 11 മണി വരെ ലൈബ്രറി ഉള്ള സ്ഥലത്ത് 10 മണിക്ക് ഹോസ്റ്റലിൽ നടക്കുന്നു. വിദ്യാർത്ഥികൾ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഒപ്പം ഔട്ട് മെസ് എന്ന സൗകര്യം ഇല്ലാതാകുന്നതുകൊണ്ട് വലിയ തുകയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന സാഹചര്യം കൂടി ഉണ്ട്. രാഹുൽ വിജയനാണ് ആ പ്രതിഷേധത്തിന്റെ തത്സമയ വിവരങ്ങൾ നൽകുന്നത്.